മറ്റാരുമല്ല, കശ്മീരിലെ ജനങ്ങളാണ് ഇറാന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഇറാൻ എംബസിയാണ് ഇത് സംബന്ധിച്ച വിവരം എക്സ് പോസ്റ്റിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. ഹൃദയപൂർവ്വം നന്ദി. ഇറാനിലെ ജനങ്ങൾക്കൊപ്പം നിന്നതിന് കാശ്മീരിലെ ദയാലുക്കളായ ജനങ്ങൾക്ക് ഞങ്ങൾ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഈ ദയ ഒരിക്കലും മറക്കില്ല. നന്ദി ഇന്ത്യ എന്നാണ് ഇറാൻ എംബസിയുടെ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ടെഹ്റാനിൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾക്ക് തുടക്കമായത്. കശ്മീരിലുടനീളമുള്ള നിരവധി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ ഇറാനെ പിന്തുണച്ചുകൊണ്ട് സ്വർണം, പണം, ചെമ്പ് തുടങ്ങിയ വിലപിടിപ്പുള്ള വസ്തുക്കൾ നൽകാൻ തീരുമാനിച്ചു. ഈദ് ആഘോഷങ്ങൾക്ക് ശേഷം കശ്മീരിലെ താഴ്വരയിലുള്ള യുവാക്കൾ ഇറാനിൽ ദുരിതമനുഭവിക്കുന്നവർക്കുള്ള സഹായത്തിനായി വീട് വീടാന്തരം കയറി സംഭാവനകൾ ശേഖരിച്ചു. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലുമുള്ള ജനങ്ങൾ ഇതിന്റെ ഭാഗമായി. സ്ത്രീകളാണ് ഉദാരമായ സംഭാവനകൾ നൽകിയത്. പ്രത്യേകിച്ച് സ്വർണ്ണാഭരണങ്ങൾ, ചെമ്പ് പാത്രങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വീട്ടുപകരണങ്ങൾ എന്നിവ സംഭാവന ചെയ്തു. ചില കുടുംബങ്ങൾ കന്നുകാലികളെ പോലും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സഹായമാണ് അവർക്ക് വേണ്ടിയുള്ള സഹായം അയക്കുക എന്നത് പ്രദേശവാസിയായ ഐജാസ് അഹമ്മദ് പറഞ്ഞു. ഒരു സ്ത്രീ 28 വർഷം മുൻപ് മരിച്ച തന്റെ ഭർത്താവിന്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചിരുന്ന സ്വർണം ഇറാനിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സംഭാവന ചെയ്തു. കശ്മീരിലെ മറ്റൊരു യുവാവ് ഇറാനിലെ ജനങ്ങൾക്ക് സഹായം നൽകാനായി തന്റെ റോയൽ എൻഫീൽഡ് ബൈക്ക് വിൽപ്പനയ്ക്ക് വെച്ചു. മറ്റൊരു പുരുഷൻ അയാളുടെ കാർ വിറ്റു. ഒരു സ്ത്രീ അടുക്കള ഉപകരണങ്ങൾ വിറ്റു. ആക്ടിവിസ്റ്റുകളും സന്നദ്ധ പ്രവർത്തകരും പള്ളികളും വീടുകളും കയറി സഹായം അഭ്യർത്ഥിക്കുകയാണ്. ആഭരണങ്ങൾ സംഭാവന ചെയ്തപ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്നും സന്തോഷം ലഭിച്ചതായാണ് മാഗം ടൗൺഷിപ്പിലെ താമസക്കാരിയായ നൌഷീൻ സഹറ പറഞ്ഞത്. വിവാഹ സമയത്ത് ഭർത്താവ് നൽകിയ സ്വർണം, വെള്ളി ആഭരണങ്ങളാണ് അവർ സംഭാവന ചെയ്തത്. സൗഹൃദവും ആഴത്തിലുള്ള വൈകാരിക ബന്ധവും പുലർത്തുന്ന ഒരു രാജ്യത്തുണ്ടായ ആക്രമണത്തിൽ തനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും കുറഞ്ഞ കാര്യമാണിതെന്നും സഹറ കൂട്ടിച്ചേർത്തു. ഇറാനിയൻ എംബസി നൽകുന്ന അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിയിരിക്കുന്നത്. കുട്ടികൾ പോലും അവരുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് സംഭാവന നൽകിയെന്നാണ് അധികൃതർ പറയുന്നത്. സാധാരണ ജനങ്ങൾ മാത്രമല്ല, ബുഡ്ഗാമിൽ നിന്നുള്ള നിയമസഭാംഗമായ മുൻതാസിർ മെഹദി തന്റെ 1 മാസത്തെ ശമ്പളം സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ മരണം ടെഹ്റാൻ സ്ഥിരീകരിച്ചപ്പോൾ ജമ്മു കശ്മീരിലുടനീളം പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇതിന്റെ ഫലമായി ഉദ്യോഗസ്ഥർ 2 ദിവസത്തേക്ക് സ്കൂളുകളും കോളേജുകളും അടച്ചിടുകയും പ്രധാന റോഡുകളിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രതിഷേധക്കാർ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. യുഎസിനും ഇസ്രായേലിനുമെതിരായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധക്കാർ എത്തിയത്. കശ്മീരിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷങ്ങളും അതിന്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക അവസ്ഥകളും അവിടുത്തെ ജനങ്ങളെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ അവരുടെ നിലപാട് തുറന്നു പറയാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. ഇറാനെ പിന്തുണയ്ക്കുന്നതിലൂടെ അവർ അവരുടെ സ്വന്തം അനുഭവങ്ങളുമായി സാമ്യമുള്ള സാഹചര്യങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ്. ചിലർക്ക് ഇത് മതപരമായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം, പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന്റെ ഐക്യബോധം കൊണ്ടും. മറ്റു ചിലർക്ക് ഇത് മനുഷ്യാവകാശ പ്രശ്നങ്ങളോടുള്ള പ്രതികരണമായിരിക്കാം. കാരണം അവർ നേരിടുന്ന അവസ്ഥകളുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിലെ സംഭവങ്ങളെ അവർ കാണുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഈ നിലപാട് പ്രചരിപ്പിക്കാൻ വലിയ പങ്ക് വഹിക്കുന്നു. യുവാക്കളും പ്രവർത്തകരും അവരുടെ അഭിപ്രായങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിലൂടെ കശ്മീരിലെ ജനങ്ങളുടെ ശബ്ദം കൂടുതൽ വ്യക്തമായി കേൾക്കപ്പെടുകയാണ്. ഇതിലൂടെ കശ്മീരിലെ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ ബോധവും അന്താരാഷ്ട്ര വിഷയങ്ങളിലേക്കുള്ള ശ്രദ്ധയും ശക്തമായി പ്രകടിപ്പിക്കുന്നു എന്ന് കാണാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.